രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല വീണ്ടും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളായിട്ട് ബീഹാറിലുണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ലൂസിഫർ സിനിമയാണ് ഓർമ്മ വരുന്നത്. ലൂസിഫറിൽ ഈ ജതിൻ രാമദാസ് എന്നൊരു കഥാപാത്രമുണ്ട്. ജതിൻ രാമദാസ് വരുമ്പോൾ ആദ്യം സഹോദരിയായിട്ടുള്ള മഞ്ജു വാര്യറിൻ്റെ കഥാപാത്രത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്: ഒരു വർഷം ഞാൻ നോക്കും, പറ്റിയില്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമെന്ന് പറയുന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയോട് ഓരോ വട്ടവും ഈ സോണിയാഗാന്ധിയും ഈ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പറയുന്നത്. കാരണം ഇതൊന്ന് നീ പ്രസൻറ്റ് ചെയ്ത് നോക്കും, ഇതിൽ ഉറപ്പായിട്ടും മോദി സർക്കാർ വീടായിരിക്കും. ഇത് ഒരു മാസം നോക്കും, എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ പോകും, പട്ടായക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ വിയറ്റ്നാമിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പല പല ഇത് കേൾക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ മാസം അതിൻ്റെ മുൻപത്തെ മാസം എന്തോ ആണ് ഒരു ദേശീയ മാഗസീനൊക്കെ ഇത്തരത്തിലൊരു ആർട്ടിക്കിളൊക്കെ എപ്പിസോഡ് ബലത്തിലൊക്കെ ഇങ്ങനെ എപ്പിസോഡായിട്ടൊക്കെ ഇങ്ങനെ ഫീച്ചർ ചെയ്തിരുന്നു. അതിൽ ഇദ്ദേഹത്തിന് അവിടെ കുറേ കുടുംബമുണ്ടെന്നും കാമുകിയുണ്ടെന്നൊക്കെ. എന്ത് ഇതാണ്, എന്തെങ്കിലും ഉത്സവം, എന്താഘോഷം ഉണ്ടെങ്കിലും, ദീപാവലി ആണെങ്കിലും എന്താണെങ്കിലും ഇദ്ദേഹം നേരെ പോകുന്ന വിയറ്റ്നാമിലാണ്. നമ്മുടെ ഒരു പാവപ്പെട്ട പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം മരിച്ച സമയത്ത് പോലും ഇദ്ദേഹം അങ്ങോട്ടാണ് പോകുന്നത്, ഈ വിയറ്റ്നാം എന്ന് പറയുന്നത്. ചിലർ മലേഷ്യയാണെന്ന് പറയുന്നത്, പട്ടായ എന്ന് പറയുന്നത്. ഇത് എന്തായാലും ഇപ്പം ഈ ബജറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ BJP ചോദിച്ചു, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എവിടെ? അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്ക്. നമ്മൾ ചോദിക്കില്ല രാഹുൽ ഇവിടെ പോയെന്ന് ചോദിക്കുന്നില്ല. ഇത് പ്രതിപക്ഷ നേതാവിനെ പിടിച്ചിരുത്തിയിട്ട് അയാൾ ഇവിടെ ഈ ആവശ്യമുള്ള സമയത്തൊന്നും കാണത്തില്ല, ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തൊക്കെ ഇയാളുണ്ട്. എന്നിട്ട് പറയും റഫേൽ എവിടെ, ഇത്രണ്ണം പോയി എന്നൊക്കെ ചോദിക്കും. ഈ ആവശ്യമില്ലാത്ത സമയത്ത്, ആവശ്യമുള്ള സമയത്ത് ഇയാളെ കാണാനുമില്ല, ആവശ്യമില്ലാത്ത സമയത്ത് ഇയാൾ എവിടെ പോകുന്നു ആർക്കും അറിഞ്ഞൂടാ. ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അറിഞ്ഞൂടാ, സോണിയാഗാന്ധിക്ക് അറിഞ്ഞൂടാ, കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അറിയില്ല. ഇദ്ദേഹം എവിടെയാണ് പോകുന്നത്? ഇദ്ദേഹം ഇനി വലിയ ഇലുമിനാണ്ടി വല്ലതും ആണോ? അയാള് നിങ്ങളെ കളിയാക്കാതെ, അയാള് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദീർഘമായ പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണ്ട് പഴഞ്ചൊല്ലുണ്ട്, നായ നടന്നിട്ടൊരു കാര്യവുമില്ല, നായ്ക്കിരിക്കാനായിട്ട് നേരവുമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ആൾക്കാർ പറയേ, നാ നടന്നിട്ടൊരു കാര്യവുമില്ല, നായ്ക്കിരിക്കാനായിട്ട് നേരവുമില്ല. അതിങ്ങനെ നടക്കുക, ഒരു കാര്യമില്ലെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. കഠിനമായ ജോലിയായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായിട്ട്. വോട്ട് ചോരി യാത്രയായിരുന്നു. അതിന് ശേഷം പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോവല്ലേ, വിശ്രമ ജീവിതം. നമ്മൾ ഈ ചില വൈകിട്ട് വരെ പാറയുമ്പോന്നവര് വൈകിട്ട് ഒരു പൈന്റും ഒക്കെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ മദ്യമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഒന്ന് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ ചില എന്ന് പറയുന്ന പുള്ളി എവിടെ പോകുന്നു, വിദേശത്തോട്ട് പോകുന്നു. ഇപ്പൊ അദ്ദേഹം മലേഷ്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബൽറാമിനെ പുറത്താക്കി. അറിയാമല്ലോ, വീഡിയിലും ബീഹാറിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇതിന് ഈ കുഴപ്പം മൊത്തം അവിടെ ഇനി സംഭവിക്കാൻ വന്ന കുഴപ്പത്തിൽ മൊത്തം ആരാ കാരണക്കാരൻ? നമ്മുടെ ബൽറാമാ കാരണക്കാരൻ. അയാൾ ഇച്ചിരി അധികപ്പെട്ടായിരുന്നു, എന്തോ അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഏതാണ്ട് ഇടകഴിഞ്ഞ് പിടിച്ച് മാറ്റി വെക്കുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പോസ്റ്റുകളൊക്കെ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പാവം പിടിച്ച രാഹുൽ മാങ്കൂട്ട, അവൻ ഈ ചെറുപ്പക്കാരനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവൻ ഏതാണ്ടൊക്കെ കാണിച്ചു, ആരണ്ടൊക്കെ പറഞ്ഞു, ഇവനെ പിടിച്ച് പുറത്താക്കി. സ്ത്രീകളോട് കാണിക്കുന്ന ഉപമര്യാദയ്ക്ക് യാതൊരു മാർഗവുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തത്വവും അതിനകത്ത് യാതൊരു കാരണവശാലും ഇവനെ തിരിച്ചെടുക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞെന്നാ പറഞ്ഞ, പ്രിയങ്ക ഗാന്ധി അതിന്റെ കൂടെ പറഞ്ഞാ, ഞാൻ കേട്ടില്ല, അത് ചില ചാനലുകളിലൊക്കെ വരുന്നത്. പക്ഷേ ഈ ആശാന് ഏത്തമില്ല എന്ന് പറയുന്നോണക്കാണ് ഈ പറയുന്ന സാറിന്റെ ഒരു കാര്യം. ഇദ്ദേഹം മലേഷ്യയിൽ ഉണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട്. എനിക്കറിയത്തില്ല, അങ്ങനെ വരും, ചില മാധ്യമങ്ങളിൽ വരും. ഇദ്ദേഹത്തിന് എന്തും ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കും, ഒരു കൊച്ചു പുസ്തകം പോലെ ഇങ്ങനെ എടുത്ത് വെച്ച് കാണിക്കുന്നതാണ്. ഇയാളെ ഈ ഭരണഘടന ഇത്രയേ ഉള്ളൂ, തുറന്ന് ആരണ്ട് നോക്കിയിട്ട് പറഞ്ഞ ഈ ബൈൻഡ് മാത്രമേ ഉള്ളൂ. ഭരണഘടന ഒരിക്കലും ഇത്രയും വലിപ്പത്തിൽ ഒക്കത്തില്ല വിജയ്. നമ്മൾ കളിയാക്കി പറയല്ല, നീന് പോക്കറ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അതിന്റെ ആ സ്ഥാനം എന്ന് പറയാൻ, ആ ഭരണഘടന എന്ന് പറയുന്നതും ഇന്ത്യ എന്ന് പറയുന്നതിനോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടന തൊഴുതിട്ട് സാഷ്ടാംഗം വീണിട്ട് അതിനകത്ത് ഭരിക്കാൻ കയറുന്നു. ഇവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തില്ല ബീഡി, നമ്മുടെ തൊഴിലാളികൾ എടുത്ത് വെച്ച് വലിക്കാൻ എടുക്കുന്നതല്ല, ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് കണ്ടിട്ടില്ല ബീഡി എടുത്ത് വെച്ച് ഇതുവരെ ഭരണഘടന ഉണ്ട്. അപ്പം ഇത് ഈ രീതി പുള്ളിയുടെ രീതി. അപ്പൊ ഞാനീ പറയുന്നത്, പുള്ളിക്ക് ഇതൊന്നും വിഷയം, ആശാൻ ഏത്തവില്ല, എന്തും ചെയ്യാം. രാഹുൽ മാങ്കൂട്ടം പുറത്ത്. ഇപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പരിശോധിക്കും, പറയാതെ പോയിട്ട് കാര്യം. ഇപ്പൊ വീണ്ടും ഇയാൾ വിവാദം ഉണ്ടാക്കി, ഇന്ത്യ മൊത്തം കുഴപ്പമോ, ഇന്ത്യക്കകത്ത് ഇലക്ഷൻ കമ്മീഷൻ കുഴപ്പമോ, ഇന്ത്യൻ പ്രധാനമന്ത്രി കുഴപ്പമോ, ജനാധിപത്യ സംവിധാനം കുഴപ്പമോ, ഈ മൊത്തത്തിൽ കുഴപ്പമുള്ള ഇയാളുടെ പൗരത്വത്തെ പറ്റി പ്രശ്നമാണ്. ഇയാളുടെ അമ്മയുടെ പൗരത്വത്തിനകത്ത് പ്രശ്നമല്ലേ? ഞാൻ ചോദിച്ചത്, ഇയാളുടെ അമ്മ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പറഞ്ഞു, ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിദേശത്തുനിന്ന് ഇവിടെ വന്ന് സാരി ഉടുത്താ നിൽക്കുന്നതിന് സാരി ഉടുക്കാതെ ഇവിടെ നിൽക്കാനോ? സാരി ഉടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ശരി, സാരി ഉടുത്ത് നിൽക്കുന്നു,
സാരി ഉടുത്ത് നിൽക്കുന്ന അവർ പ്രധാനമന്ത്രി ആവാൻ ഒരു ചാൻസ് വന്നപ്പോ ആയില്ല. എന്റെ പൊന്നി ഏട്ടാ, പ്രധാനമന്ത്രി ആവാൻ ഇവര് ചാൻസുമായിട്ട് കത്തുമായിട്ട് അന്ന് നമ്മുടെ ഇദ്ദേഹമായിരുന്നല്ലോ, നമ്മുടെ മുസ്ലിം നാമധാരി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ഓർമ്മിപ്പിച്ചു ഈ പണ്ട് നേരത്തെ നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടിരുന്ന തലമുടിയൊക്കെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഉള്ള മനുഷ്യൻ മരിച്ചു, അബ്ദുൽ കലാം. സോറി, അദ്ദേഹത്തെയൊക്കെ മറന്നു പോകാൻ പാടില്ല. അബ്ദുൽ കലാം ആയിരുന്നു. അവിടെ ചെന്നപ്പോ അദ്ദേഹം ഒരു മഞ്ഞ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഈ സ്വാമി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടാവും ഈ പറഞ്ഞ BJP ആന്നൊക്കെ പറയും. പുള്ളി BJP ഒന്നും അല്ല, അയാൾ ഇച്ചിരി കുഴപ്പമാ. സുപ്രീം കോടതിയിൽ അയാൾ വക്കീലല്ല. സുപ്രീം കോടതി വക്കീലന്മാരും ജഡ്ജിമാരും പറഞ്ഞ അയാള് ചെന്നാ എണീറ്റ് നിൽക്കും. അയാളൊരു സാധനമാണ്. അയാളൊരു സാധനം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. കാരണം സോണിയാഗാന്ധി ഇരട്ട പൗരത്വമുള്ള ആളാ. അതിന് പല കാരണങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത് വന്ന് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പ്രധാനമന്ത്രി ആവാൻ ഇവിടെ വന്ന് എന്റെ അടുത്ത് അനുവാദം ചോദിച്ചു, ഞാൻ അനുവാദം തന്നാൽ അയാൾ ഇത് എടുത്തോണ്ട് ചാടും, നിങ്ങളുടെ ആപ്പീസ് കൂടും. അങ്ങനെയാണ് അന്ന് പ്രധാനമന്ത്രി ആവണ്ട, എന്നാ പിന്നെ മൻമോഹൻ സിംഗിനെ ആക്കിയാൽ മതി എന്നുള്ള തീരുമാനമായിട്ട് ഉണ്ടാവും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരു കക്ഷി മറ്റൊരു രാജ്യത്ത് വന്ന് അവിടുത്തെ പൗരത്വം സ്വീകരിച്ചാൽ പോലും അവിടുത്തെ നിയമം അനുസരിച്ച് ആ പൗരത്വം നിലനിൽക്കും. ആ പൗരത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാവുന്നത്? അതിനകത്ത് തന്നെ പ്രശ്നമാണല്ലോ, വിശാലമായിട്ട് പരിശോധിച്ചു. രണ്ടാമത് മറ്റൊരു നിയമം, ഈ പറഞ്ഞതുപോലെ ഇറ്റലിയിൽ ഉണ്ടായ ഒരു സ്ത്രീ, അതായത് ഇറ്റാലിയക്കാരി, ഇനി ലോകത്ത് എവിടെ പോയി മക്കളെ ഉണ്ടായാലും പ്രസവിച്ചാലും ആ പിള്ളേർക്ക് ഏത് രാജ്യത്തായാലും ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന രാഹുലിനും പ്രിയങ്കയ്ക്ക് ഇറ്റാലിയൻ പൗരത്വം ഉണ്ടല്ലോ. മറ്റൊരു രാജ്യത്തെ പൗരത്വം ഉള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച് പൗരത്വം കൊടുക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ വിശാലമായിട്ട് പരിശോധിച്ച് വരുമ്പോൾ? ഇയാൾക്ക് ഇവിടെ ഇയാൾ പ്രധാനമന്ത്രി ആവാൻ വരുമ്പോഴില്ല സ്വാമി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ല. ഇത് നിയമമായി പറഞ്ഞു. ഇപ്പൊ അതുപോലെ ഇപ്പം ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നുള്ളതിന് വളരെ കൃത്യമായ രേഖ സ്വാമി എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലല്ലേ? ഇത് ഈ സാധനത്തിനെ കൊണ്ട് വലിയ പ്രയോജനം ഉള്ളത് കൊണ്ടും ഈ പറയുന്ന പോലെ ഈ ഗോഷ്ഠി കാണിക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ എനിക്കറിയത്തില്ല, എന്റെ ഒരു വിചാരം അനുസരിച്ച്, ഞാൻ BJP അല്ല നമ്മൾ ഈ പറയുമ്പോഴും, എന്റെ ഒരു വിചാരം അനുസരിച്ചും ഈ പറയുന്ന നമ്മുടെ ഈ അമിത്ഷായൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം ശരീരം മൊത്തം ബുദ്ധിയാ. അല്ലാതെ നമ്മുടെയൊക്കെ തലയ്ക്കകത്തന്നെ ബുദ്ധി, മറ്റേ ഈ ദേഹം മൊത്തം ബുദ്ധിയാ. അയാൾ ഇതിനെ വിലക്കെടുത്ത് അയാളുടെ കക്ഷിയായിട്ട് വെച്ചിട്ട് ഈ ഗോഷ്ഠി കാണിപ്പിക്കുവാണോ? ഈ എല്ലാം BJPക്ക് അനുകൂലമല്ല. ഇയാൾ രാവിലെ തൊട്ട് വൈകിട്ട് കാണിക്കുന്ന എല്ലാ ഗോഷ്ഠി, എല്ലാ പേരുദോഷവും കോൺഗ്രസിന് നാശം ഉണ്ടാവുന്നതാണ് എല്ലാ പേരുദോഷവും. ഇപ്പൊ തന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പാർട്ടി പൗരത്വത്തിന്റെ നിയമം കിടക്കും, അതും ഇരട്ട പൗരത്വത്തിന് അതിന്റെ രേഖകൾ കിടക്കും, അത് കോടതി നിൽക്കുകയാണ്. അതിനെപ്പറ്റി പരിശോധിക്കാം, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് കാര്യങ്ങൾ പോവാ. കഴിഞ്ഞ ദിവസം കണ്ട് ഈ ബ്ലിക്സ് എന്ന് പറഞ്ഞ ഒരു മാസിക, ഞാൻ നേരത്തെ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ കാര്യം എനിക്ക് പറഞ്ഞെന്തോ, നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ലോകത്ത് വലിയ സുതാര്യതയുള്ള പത്രം എന്ന് പറഞ്ഞല്ലോ, 2 പിള്ളേരുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, അമ്മായിയപ്പൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടം, മയക്കുമരുന്ന് ലോബി, അതായത് നമ്മൾ പറയത്തില്ല ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒക്കെ കൂട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ്. അതിനെപ്പറ്റിയൊക്കെ വളരെ വിശാലമായിട്ട് അന്ന് നമ്മൾ വായിച്ചാൽ ഞാൻ ചർച്ച ചെയ്ത. ഇയാൾ ഇതുവല്ല നിഷേധിച്ചോ? ഇയാൾ ഏതെങ്കിലും കാര്യം നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കട്ടെ, നിഷേധിച്ചിട്ട് പറയട്ടെ. ഈ പിള്ളേരുടെയും കാര്യം പറഞ്ഞപ്പോ ഇയാൾ നിഷേധിച്ചോ? ബംഗ്ലാദേശ്, എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് രാജകുടുംബാംഗമായിരുന്നല്ലോ, ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയിട്ട് അവസാനം കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇയാൾ ഈ കുഴപ്പക്കാരനാണ് ഗർഭചിത്രം നടത്തി, ഓർമ്മയുണ്ട്? അത് അവര് വന്ന് ഈ ബ്രിക്സിനകത്ത് വന്നേ. അപ്പൊ ഇയാൾക്ക് 2 പിള്ളേരുണ്ട്, ഇതിനെ കാണാൻ ഇയാൾ ഈ പട്ടാലെ പോകുന്നതോ മലേഷ്യ പോകുന്നോ മറ്റിടത്ത് പോകുന്നതോ ഇതൊന്നും ഇയാൾ നിഷേധിച്ചില്ല. സോണിയാഗാന്ധിയുടെ പൗരത്വത്തെ പറ്റി പലവട്ടം പറഞ്ഞല്ലോ, നിഷേധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇരട്ട പൗരത്വം ഉണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിക്കും ഈ പറയുന്ന ഇറ്റാലിയൻ പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ നിഷേധിച്ചിട്ടുണ്ട്. എല്ലാത്തിനകത്ത് ഇയാൾ കയറി വാരി പിടിക്കും, നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾക്കെതിരെ നടക്കുന്ന ക്ലെയിമുകൾ ഒന്നും ഇയാൾ നിഷേധിക്കുന്നില്ല. എന്റെ പൊന്നെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടുണ്ടാ? നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പണ്ടാണ്ട് ഈ ഒരു സാധനത്തിനെ വന്നിട്ട് LPG സുരക്ഷ കൊണ്ട് വന്നിട്ട് കുമരകത്ത് ബോട്ടിൽ കയറി കിടന്നത് അറിയാമോ? എടാ ഇവിടുത്തെ അതിനുശേഷം സുപ്രീം കോടതി വിധി വന്നേ. കാരണം അനാശാസ്യത്തിന് കേസ് എടുക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി ഇപ്പൊ എല്ലായിടും അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിൽ അവർക്ക് ഇഷ്ടത്തോടു കൂടി അവിടെ പോയി പണ്ടൊക്കത്തില്ലായിരുന്നു. വെളിയിലൊക്കെ പോലീസ് പിടിക്കുമായിരുന്നു, ലോഡ്ജുകളൊക്കെ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ അത്തരത്തിൽ പോലീസ് കയറാതുള്ളൂ. അപ്പൊ ആ സമയത്ത് സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ അനാശാസ്യത്തിന് ഇന്ത്യ മൊത്തം ഈ നിയമം നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനാ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ LPG സംവിധാനം ഉപയോഗിച്ച് കാവൽ നിൽക്കുക. അവിടെ ഹൗസ് ബോട്ട് റൂം എടുത്ത് ഇവനൊരു സാധനത്തിനെ കൊണ്ട് അവിടെ വന്ന് അന്ന് കയറി നാശമായി അവിടെ കിടക്കുക. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നാടൻ ഭാഷയെ പറഞ്ഞാൽ പുള്ളിയുടെ താല്പര്യം അല്ലെങ്കിൽ വിചാരത്തിന് ഇവിടുത്തെ സംവിധാനം, ഭരണഘടനാ സംവിധാനം, LPG സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കാര്യം.
അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പം ബി.ഡി.യുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു നേതാവ് വെളിയിൽ പോയി, അല്ലെങ്കിൽ ഏതോണ്ട് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് വാസ്തവമില്ലാത്തത് അതിനകത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു രക്ഷയും ഇല്ലാതായി കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്നും രാഷ്ട്രീയത്തിൽ ഭാവിയില്ലാതെ. ഈ സ്ത്രീ വിഷയം വന്നാലും, ഗർഭവത്സിപ്പിച്ചാലും, പിള്ളേർ വെളിയിലുണ്ടായാലും, ഇരട്ട പൗരത്വം ഉണ്ടായാലും, രാജ്യത്തിനെതിരെ പറഞ്ഞാലും, എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അതെല്ലാം ശരിയാണ്, ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഇയാൾ ഒരു ബോംബുമായിട്ട് ഇറങ്ങുന്നു. ആദ്യം എന്തോ ആറ്റം ബോംബ് അല്ലേ, ആറ്റം ബോംബ് പൊട്ടിക്കും, അത് കയ്യിലിട്ടൊക്കെ പൊട്ടി. ഈ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, നോക്കിക്കോ അടുത്ത ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കണം. ഹൈഡ്രജൻ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇയാളെ പെട്ടെന്ന് കാണാതാവുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇയാൾ ഈ ഹൈഡ്രജൻ ബോംബ് മേടിക്കാനോ വല്ലതും പോയതായിരിക്കും കേട്ടോ. അപ്പൊ അതുമായിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും മലേഷ്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ പിള്ളാരെയും, അതും ഭയങ്കരമായിട്ട് ഞാൻ ഈ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് ബ്ലിക്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് വളരെ കൃത്യമായിട്ട് ശരിയാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച വീണ്ടും സജീവമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഭാര്യയും ഒക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്നുള്ള രീതിയിലേക്കും ചർച്ചയാകുന്നുണ്ട്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇത്രയും കാര്യം പറഞ്ഞെങ്കിലും എനിക്ക് അതിനകത്ത് ഈ പറയുന്നത് പോലെ ഞാൻ തെറ്റൊന്നും പറയത്തില്ല. ഇപ്പൊ അയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നോ, പിള്ളാരെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാന്നുള്ള വാശിയൊന്നും എനിക്കില്ല. അത് ആർക്ക് വാശിയുണ്ടല്ലോ, എനിക്ക് അതിനകത്തൊരു അഭിപ്രായം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ നിൽക്കുന്നവൻ, നെഹ്റു കുടുംബവും, അച്ഛനും പ്രധാനമന്ത്രി, അമ്മയും പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫാമിലിയായിട്ട് പ്രധാനമന്ത്രി, ഞാനിപ്പോ പ്രധാനമന്ത്രി ആണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആള് ഈ പറഞ്ഞ പോലെ ഒളിച്ചും പാത്തി പണി നടത്തണ്ട. എന്റെ ഭാര്യയായത് കല്യാണം ഇയാൾ കഴിക്കണ്ടോ, എന്റെ ഭാര്യയായത്, എന്റെ രണ്ട് കുഞ്ഞുങ്ങളായത്, എന്താ പറഞ്ഞാല് ഇവിടെ ആരും അതിന് കുറ്റമൊന്നും പറയത്തൊന്നുമില്ല. ഇവിടെ അതിന് കുഴപ്പമൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ജനത്തിനൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നത്, ഇവരുടെ അപ്പൂപ്പനെയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വന്നിട്ടുള്ള, പാരമ്പര്യമായിട്ടും ആരും കുറ്റം പറയുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതൊന്നും അതെല്ലാം സഹിച്ച് നമ്മൾ 10-17 കൊല്ലം ഈ അദ്ദേഹത്തെ നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇയാൾ അതിന് നമ്മൾ പേടിക്കണം. പക്ഷെ ഇത് പറയണം. പറയാതെ ഒളിച്ചും പാത്തും ഇന്ത്യ പ്രധാനമന്ത്രി ആയിട്ട് നാളെ വരാൻ താല്പര്യമുള്ള ആൾ, ഇദ്ദേഹത്തിന് മാത്രമാണ് താല്പര്യമുള്ളത്. പൊതുജനത്തിന് വളരെ ഇല്ല എന്നുള്ള കാര്യം ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള ഇത് ഒളിച്ചും പാത്തും. നമുക്കൊരു സംസ്കാരമുണ്ട് രാഹുൽ ഗാന്ധി, അത് നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലോകമൊക്കെ അംഗീകരിക്കുന്ന പറഞ്ഞാൽ കൊള്ളാവുന്നവനാ, അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാ, അത്തരത്തിലുള്ള സംസ്കാരം ഉള്ളവരാ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. ഇയാൾ ഈ പറയുന്ന പോലെ പൂണൂലൊക്കെ എടുത്ത് ഇട്ട് ബ്രാഹ്മണനാണെന്നും പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കത്തൊന്നുമില്ല. ബ്രാഹ്മണ മഹാസഭയിൽ കേസ് കൊടുത്തേക്ക്. കാരണം ഇയാളെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ചരിത്രം വെച്ച് പറയുമ്പോൾ ഇയാളെ അച്ഛൻ നോക്കുമ്പോൾ ഏത് ജാതിയാന്ന് ഇനിയിപ്പം വളരെ കൃത്യമായിട്ട് ഇവരുടെ ഈ കെട്ടും പാണ്ഡവും അമ്മ അച്ഛനും മറ്റവരുടെ രാജീവ് ഗാന്ധിയുടെ പുറകോട്ടുള്ള പരിശോധിക്കുമ്പോൾ ഏത് ജാതിയാന്നുള്ള കാര്യത്തെ കൃത്യത വരുത്താനേ പറ്റത്തില്ല. കാരണം പാഴ്സിയാണോ, ഗൂഴ്സിയാണോ, മുസ്ലിമാണോ, ഹിന്ദു ആണോ എന്നൊക്കെ ഇയാൾ പറയുന്നത് ഇയാൾ ബ്രാഹ്മണ, ഇയാൾ എങ്ങനെ ബ്രാഹ്മണനാകുന്നത്? ഇറ്റലിക്കാരി അമ്മ, ഏത് ജാതിയാന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല. ബ്രാഹ്മണന്മാര് പറയുന്നത് ഞങ്ങളെ അച്ഛനും അമ്മയും ബ്രാഹ്മണനായിട്ട് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാവുന്നവരെ മാത്രമേ ഞങ്ങൾ ബ്രാഹ്മണരായിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഇയാൾ കുറിയെടുത്ത് വിട്ടും പുളൂരും ഉടുപ്പിന്റെ മണ്ടയ്ക്ക് വിട്ടിട്ട് ഇയാൾ ബ്രാഹ്മണനാണെന്നും പറയുന്നുണ്ട്. ഏതായാലും എന്തായാലും കൊള്ളാം, എന്ത് തന്നെ ആയാലും കൊള്ളാം, നമുക്കത് വിഷയമല്ല. ഇവിടെ പല ജാതിയും സംവിധാനവും പല സംസ്കാരവും രീതികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു പോസ്റ്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവ് ഈ പറയുന്നത് പോലെ ഒളിച്ചും പാത്തും പിള്ളാരെ കാണാനും പെണ്ണുമ്പിള്ളയെ കാണാനും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ മാന്യമായിട്ടുള്ള ഒരു ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ ബ്രിക്സ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു രാജകുടുംബത്തിലെ പെണ്ണിനെ വയറ്റുണ്ടാക്കിയിട്ട് ഗർഭം അലസിപ്പിച്ച് കളയുകയും ചെയ്തു. എങ്ങാണ്ട് കിടന്ന കാട്ടുകള്ളന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് നോക്കാത്ത രണ്ട് പിള്ളേരും ഉണ്ട്. കാരണം അപ്പൊ ഇദ്ദേഹത്തിന്റെ താല്പര്യം അങ്ങോട്ടുള്ള ഉള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. കാരണം മയക്കുമരുന്ന് വെച്ചവരുടെ കാര്യം മോളൊക്കെ രണ്ട് പിള്ളേരും ഉണ്ടായി. പാരമ്പര്യമുള്ള അഫ്ഗാൻ ഭരണാധികാരിയുടെ മകളാ, കൊച്ചുമോള, അല്ല ആ പാരമ്പര്യത്തിൽ വരുന്നത്, അവരുടെ വയറ്റിലുണ്ടായതിനെ അലസിപ്പിച്ചും കളഞ്ഞു എന്നുള്ള ഈ ബ്രിക്സിനകത്ത് വന്ന വാർത്ത ഇദ്ദേഹം നിഷേധിക്കാത്തതുകൊണ്ടാണ് ഞാനിത് ഊന്നി പറയുന്നത്. അപ്പൊ ഏതായാലും തിരിച്ചു വരണം, മാന്യമായിട്ട് ജീവിക്കണം. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഈ BJP ഒക്കെ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് ഒരു ഉപകാരം കൂടെ ചെയ്തതാണ്. കാരണം ഇയാൾക്ക് രണ്ട് പൗരത്വം ഉണ്ടോ, ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. കാരണം നാളെ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആവാനും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവായിട്ടും ഇന്ത്യയിലെ വലിയൊരു ഇതായിട്ടുള്ള ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ നിങ്ങൾ പറയണം. ഇയാൾക്ക് ഈ പറയുന്ന ഇറ്റാലിയൻ പൗരത്വം ഉണ്ടോ നിങ്ങൾ പറയണം. ഇയാൾക്ക് പെണ്ണുമ്പിള്ള ഉണ്ടോ, അതിനെപ്പറ്റി തിരക്കൊരു തീരുമാനം ഉണ്ടാക്കണം.
ഇയാള് എല്ലാ കാര്യവും ഈ പറയുന്നത് പോലെ അറിയാവുന്നതും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം രാഹുൽ എവിടെ പോകുന്നു, ആരുമായിട്ട് സംസാരിക്കുന്ന രാജ്യത്ത് പോകുന്നു, അത് വെളിയിൽ വിടുന്നില്ലെങ്കിൽ പോലും ഇവിടുത്തെ സംവിധാനത്തിന് ഇതൊക്കെ അറിയാം, അങ്ങനെ തിരക്കിയേ മതിയാവത്തുള്ളൂ, ആ രീതിയിലൊക്കെ തിരക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ജനത്തിന് അറിയാൻ അവകാശമുള്ള ചില കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ പൊതു ജനത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഓരോ പാർട്ടിയുടെയും വക്താക്കളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ജനപ്രതിനിധികളാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം പൊതുജനത്തിനും അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവണം, അല്ലെങ്കിൽ അറുതി വരുത്തണം. ഇത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ലോകത്ത് എല്ലാ കൊള്ളരുതായ്മയും കാണിച്ച് വരുന്ന വാർത്തകൾ ശരിയാൻ കാണിച്ചിട്ട് ഈ പറയുന്നത് പോലെ സത്യസന്ധതയുടെ കാര്യവും അല്ലെങ്കിൽ ബാക്കിയുള്ള കൊള്ളാവുന്ന ആൾക്കാരെ മോശപ്പെടുത്തുന്ന രീതിയിലേക്കുമുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിനൊരു വ്യക്തത വരുത്തി തരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും ഒരുപക്ഷെ BJPക്കും അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തിനും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് പറയാം. ഏതായാലും ഇപ്പൊ അദ്ദേഹം മലേഷ്യയിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുഞ്ഞുങ്ങളെ പറ്റി വിവാദം വീണ്ടും കത്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളായതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പാർട്ടിക്കകത്തും സംവിധാനത്തിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തയും കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അറിഞ്ഞ കാര്യം ചർച്ച ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.